ഹായ് ഗൈസ്, വെൽക്കം ടു ബിൽ ഫ്രം സീറോ. നമ്മുടെ ഫിഫ്ത്ത് വീഡിയോ ആണ് ഇൻ അവർ ബാക്ക് ആൻഡ് ഡെവലപ്മെന്റ് സീരീസിൽ. ഈ വീഡിയോ നമ്മൾ മെയിൻലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് എങ്ങനെ ഡിപ്ലോയ് ചെയ്യും. അത് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോസിൽ ചെയ്തു. അതിൽ ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടായത്, അതായത് HTTPS എങ്ങനെ ആക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ URLs എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി കാണാൻ പറ്റും. അതെല്ലാം HTTP ആണ്, അത് സെക്യൂർഡ് അല്ല. അപ്പോൾ അത് എങ്ങനെ സെക്യൂർഡ് ആക്കും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്രണ്ട് എൻഡ് എങ്ങനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആക്ച്വലി ഒരു ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിരിക്കുക. ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കുക. കാരണം എപ്പോഴെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യേണ്ടി വരും. ആസ് എ ബാക്ക് ആൻഡ് ഡെവലപ്പർ എന്തായാലും സെർവർ മാനേജ്മെന്റും ഹോസ്റ്റിങ്ങും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഗ്രാമിംഗ് മാത്രമല്ലാതെ അതിന് പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും. സോ വീഡിയോ ജസ്റ്റ് കണ്ടിരിക്കുക. ദെൻ ആൻഡ് ഓൾസോ ഇഫ് യു ആർ എ ന്യൂ സബ്സ്ക്രൈബർ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ. സോ ലെറ്റ്സ് ബിഗിൻ. സോ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഇനി ചെയ്യാൻ പോകുന്നത് ബാക്ക് എൻഡ് ഒന്ന് ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സെർവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഡിജിറ്റൽ ഓഷനിലോട്ട് ഗിറ്റ് ഹബ്ബ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഡിജിറ്റൽ ഓഷനിൽ നിന്ന് എങ്ങനെയാണ് സെർവറിലോട്ട് ലോഗിൻ ചെയ്യണത്, അത് അസസ് ചെയ്യണമെന്ന് നമ്മളതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു അസസ് ചെയ്യാനായിട്ടുള്ള വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ഞാനതിൽ നമുക്ക് ആവശ്യമുള്ള var ദെൻ സ്കിൽ മാപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ട് പോവാണ്. അവിടെ ഞാൻ ജസ്റ്റ് ഗിറ്റ് പുള്ള് ചെയ്യുന്നു. ഗിറ്റ് പുള്ള് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഡ് അവിടെ അവൈലബിൾ ആയിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഗോ ബിൽഡ് ദെൻ main.go എടുത്തിട്ട് ഗോയുടെ ബിൽഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ ഫയൽ വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് സെർവർ റീസ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സ്കിൽ മാപ്പ് എന്ന് പറഞ്ഞ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉബുണ്ടുവിൽ, അതിനെ റീസ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ കമാൻഡാണ് sudo സർവീസ് സ്കിൽ മാപ്പ് ദെൻ റീസ്റ്റാർട്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കിൽ മാപ്പ് എന്ന് പറഞ്ഞ സർവീസിൻ്റെ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ sudo സർവീസ് സ്കിൽ മാപ്പ് ദെൻ സ്റ്റാറ്റസ് ടൈപ്പ് ചെയ്യുക, ദെൻ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുൾ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. സർവീസ് റണ്ണിങ് ആണോ ആക്റ്റീവ് ആണോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മളിനിപ്പോൾ നമ്മുടെ ഹോസ്റ്റ് ചെയ്യുന്ന URL, അതായത് skills.buildfromzero.com/API ആ എൻ പോയിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്ക് എൻഡ് ഹോസ്റ്റ് എന്ന് കാണാൻ പറ്റും. എല്ലാം വർക്കിംഗ് ആണ്. ദെൻ നമുക്ക് അവിടെ കാണാൻ പറ്റും അതിൻ്റെ HTTP എന്നാണ് URLൻ്റെ സ്റ്റാർട്ടിങ്. അതായത് സെക്യൂർഡ് അല്ല, സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ HTTPS ആണ്. അപ്പോൾ അതിനി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ഞാൻ പോകുന്നത് certbot എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിലോട്ടാണ്. certbot.eff.org. ഇത് ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു HTTPS സർട്ടിഫിക്കറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് വരും. ആ വെബ്സൈറ്റിലോട്ട് ഡയറക്റ്റ്ലി പോവുക. ദെൻ നമ്മുടെ സെർവറും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്നത് ഉബുണ്ടു ആണ്. ദെൻ Nginx എന്ന് പറഞ്ഞ സെർവറാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും ചൂസ് ചെയ്യുക. ദെൻ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള കമാൻഡ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ സ്റ്റെപ്പ് 4 കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡിജിറ്റൽ ഓഷൻ സെർവറിൻ്റെ ലോഗിൻ ചെയ്തേക്കുന്ന SSHൽ പോയി പേസ്റ്റ് ചെയ്യാം. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയേണ്ടവർക്ക് ആ വെബ്സൈറ്റിൽ കൂടുതൽ കാര്യങ്ങൾ നോക്കാതെ അല്ലെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് എൻ്റെ certbot ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. ഇൻസ്റ്റാളേഷൻ ടൈമിൽ തന്നെ ചിലപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ചോദിക്കും. അതൊക്കെ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ദെൻ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ buildfromzero.comൻ്റെ സബ് ഡൊമൈൻ ആയിട്ടുള്ള സ്കിൽസ് എന്ന് പറഞ്ഞ ആ സബ് ഡൊമൈനിലോട്ട് നമ്മൾ SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ HTTP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ മാറി HTTPS ആയിട്ട് മാറും. ദെൻ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ HTTP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ സെർവ് ചെയ്യുന്നത് പോർട്ട് 80 പക്ഷേ HTTPS വന്നു കഴിയുമ്പോൾ 443 എന്ന് പറഞ്ഞ പോർട്ടാണ് റൺ ചെയ്യണത്. ഓക്കെ, സോ അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. 443 എന്ന് പറയുന്നത് സെക്യൂർഡ് പോർട്ടാണ്. ജസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബാക്ക് ആൻഡ് ഫീൽഡ് ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ഇൻഫർമേഷൻസ് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഇത് OSI ലെയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ, അതല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിനൊക്കെ അതിൻ്റെ വിക്കിപീഡിയ URL കിട്ടും. OSI ലെയർ എന്ന് പറഞ്ഞ ലെയർ വെച്ചിട്ടാണ് ഈ വെബ് സിസ്റ്റം ഫുള്ള് വർക്ക് ചെയ്യുക. അതിൽ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റിയിലാണ് SSL എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ആ ഒരു സെക്യൂരിറ്റി ലെയർ വരുന്നത്. അപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക SSL, അതല്ലെങ്കിൽ TLS എന്ന് സെർച്ച് ചെയ്താലും മതി. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ആക്ച്വലി ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റിയാണ് വരുന്നത്. ദെൻ ബാക്ക് ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിച്ചു വരുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിപ്പോൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. കാരണം എപ്പോഴും നമ്മൾ ഡാറ്റ എന്താ പറയുക, ഒരു API അതല്ലെങ്കിൽ എന്ത് ബാക്ക് എൻഡ് ആണെങ്കിലും ഡിപ്ലോയ് ചെയ്യാൻ നേരം നമുക്ക് ആസ് എ ബാക്ക് ആൻഡ് ഡെവലപ്പർ എന്ന് പറയുമ്പോൾ നമുക്കത് സെർവറിൽ എന്താണ് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും, അത് HTTPS ആക്കേണ്ടി വരും. ചില ഫ്രണ്ട് ആൻഡ് സർവീസ്, ഇപ്പോൾ റിയാക്റ്റിലോ ഫ്രണ്ട് ആൻഡ് അല്ലെങ്കിൽ എന്താ പറയുക ലൈക്ക് ഒരു ആംഗുലാറിലൊക്കെ നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ നേരത്ത് അതിൽ HTTPS അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഗെറ്റ് പാച്ച് ഇതേപോലത്തെ മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ ബ്രൗസർ അലോ ചെയ്യില്ല. അപ്പോൾ എന്തായാലും HTTPS ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, അത് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. കൂടുതൽ അതിനെപ്പറ്റി ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് സെക്യൂരിറ്റിനെ പറ്റി വേറൊരു സെപ്പറേറ്റ് സെഷനായിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിലത് മിക്സ് ചെയ്യണില്ല. ദെൻ ബിഗിനേഴ്സ് ആണ് ഇത് ഒരുപാട് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഇത് ആക്ച്വലി നമ്മുടെ HTTPS ആക്കുന്നതിന് മുമ്പുള്ള URL ആണ്. അത് നമുക്ക് ബ്രൗസറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും HTTP ആണ്. ദെൻ നമുക്ക് അവിടെ ഒരു റെഡ് കളറിൽ കാണാൻ പറ്റും
യുവർ കണക്ഷൻ ഈസ് നോട്ട് സെക്യൂർഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഇതിൽ കൂടെ എന്തെങ്കിലും ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇൻഫോർമേഷൻ അങ്ങനെ എന്തെങ്കിലും പാസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അത് ഹാക്കേഴ്സിന് വേണമെങ്കിൽ അത് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, കാരണം അവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് ഇവിടെ HTTPS ആക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കുന്നത് ജസ്റ്റ് ഒന്ന്. നെക്സ്റ്റ് നമുക്ക് HTTPS ആക്കി കഴിയുമ്പോൾ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും HTTPS ആയിട്ടുണ്ട് URLൻ്റെ ഫ്രണ്ടിൽ. ദെൻ ആ ചെറിയൊരു സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും കണക്ഷൻ സെക്യൂർഡ് ആണ്. ദെൻ നമുക്ക് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് കാണാൻ പറ്റും. നമ്മുടെ സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്തത്, ലെറ്റ്സ് എൻക്രിപ്റ്റ് എന്ന് പറഞ്ഞ അതോറിറ്റിയാണ് ഇത് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അതിൻ്റെ വാലിഡിറ്റി പീരീഡ് എന്ന് വരെയാണ്. അത് ആക്ച്വലി 1 year ആയിരിക്കും നോർമലി. ദെൻ അതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ പബ്ലിക് കീയും നമുക്ക് കാണാൻ പറ്റും. ഇത് മാറി നമ്മൾ വേറൊരു ബ്രൗസർ എടുത്ത് ഇപ്പോൾ സഫാരി ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്, പക്ഷേ സെയിം ആണ്. സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും, അതിൻ്റെ ഇഷ്യൂയിങ് അതോറിറ്റി, അതിൻ്റെ വാലിഡിറ്റിയും ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കാണാൻ പറ്റും. ആക്ച്വലി ഇവിടെ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HTTPS എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ലാപ്ടോപ്പായിട്ട് നമ്മുടെ ഈ വെബ്സൈറ്റ് സ്കിൽ മാപ്പ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഒരു വൈഫൈ ഉള്ള ഒരു എൻവയോൺമെൻറ്റിൽ വൈഫൈ വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് വിചാരിക്കുക. ദെൻ നമ്മൾ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന എല്ലാ പോസ്റ്റും ഗെറ്റും ഈ പോസ്റ്റ് റിക്വസ്റ്റിലും ഗെറ്റ് റിക്വസ്റ്റും എല്ലാം നമ്മൾ സെൻഡ് ചെയ്യണം പേലോഡ്സ് എല്ലാവരും വേറൊരു ഡിവൈസ് സെയിം വൈഫൈ നെറ്റ്വർക്കിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഡാറ്റ പാക്കറ്റ്സ് എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും, അതെല്ലാം ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ HTTPS ആക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു സിമ്മട്രിക് അൽഗോരിതം ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സിമ്മട്രിക് കീ എന്ന് പറയും, അതായത് ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും, ഒരു പബ്ലിക് കീ ഉണ്ടാവും. അപ്പോൾ ഈ ഡാറ്റ ഫുള്ള് പബ്ലിക് കീ വെച്ച് നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സെർവറിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു പ്രൈവറ്റ് കീ ഉണ്ടാവും. പ്രൈവറ്റ് കീ വെച്ചിട്ട് മാത്രമേ അതിനെ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ സെൻഡ് ചെയ്യണത് എല്ലാവരും എന്തായിരിക്കും, ജസ്റ്റ് ബൈനറി സ്ട്രീം ഓഫ് ഡാറ്റ ആയിരിക്കും. അത് നമുക്ക് ഇപ്പോൾ വേറൊരാൾക്ക് കിട്ടിയാൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഡാറ്റ ഫുൾ എൻക്രിപ്റ്റഡ്. അതിൻ്റെ കീ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡാറ്റ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിക് പേജസ് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പോകണം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ട് വെച്ച് ക്രിയേറ്റ് ചെയ്ത ഫ്രണ്ട് എൻഡ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഗോയിൽ ആഡ് ചെയ്ത സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ റൗട്ട്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാണ്, കാരണം നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. ഞാൻ സ്റ്റാറ്റിക് പേജസ് വേറൊരു രീതിയിലാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ആദ്യം തന്നെ സ്റ്റാറ്റിക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതേപോലെ തന്നെ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിലായിരുന്നു നമ്മുടെ റിയാക്ട് ആപ്പ് ഹോസ്റ്റ് കീപ്പ് ചെയ്തിരുന്നത്. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ദെൻ അത് കോഡ് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യുന്നു. ദെൻ ആക്ച്വലി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കോഡ് സെപ്പറേറ്റ് ചെയ്യാൻ പോകണം, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ. അപ്പോൾ നമുക്കിനി ബാക്ക് എൻഡിൻ്റെ കോഡ് ബേസിൽ ഇനി ഫ്രണ്ട് എൻഡ് കോഡ് ബേസും കോഡ് ഉണ്ടാവില്ല, അതേപോലെ ജാവാസ്ക്രിപ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അതെല്ലാം നമ്മൾ വേറൊരു പുതിയ റെപ്പോസിറ്ററി ആയിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇത് രണ്ടും ഫുള്ളി ഐസൊലേറ്റ് ആണ്, കാരണം നമ്മൾ REST APIs വെച്ചിട്ടാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് സെപ്പറേറ്റ് റെപ്പോസിറ്ററി ആയാലും നമുക്ക് കുഴപ്പമില്ല. അതായിരിക്കും കുറച്ചുകൂടി മാനേജ് ചെയ്യാനായിട്ടും എളുപ്പം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രണ്ട് ആൻഡ് ബാക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകാന്നുള്ളത്. അപ്പോൾ നമുക്ക് ബിൽ ഫ്രം സീറോൻ്റെ GitHub പേജിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരു 2 റെപ്പോസിറ്ററീസ് ആണ്. ഒരു സ്കിൽ മാപ്പ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി ഉണ്ട്, അതേപോലെ തന്നെ സ്കിൽ മാപ്പ് ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി ഉണ്ട്. അപ്പോൾ സ്കിൽ മാപ്പിലാണ് നമ്മുടെ Go കോഡ് ബേസ് ഫുൾ കിടക്കുന്നത്. അതേപോലെ തന്നെ സ്കിൽ മാപ്പ് ഫ്രണ്ട് എൻഡിലാണ് ജാവാസ്ക്രിപ്റ്റ് റിയാക്ട് കോഡ് ബേസ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഡ് ഫുള്ള് കാണാൻ പറ്റും, റിയാക്ട് കോഡാണ്. ദെൻ അതേപോലെ തന്നെ സ്കിൽ മാപ്പിൽ പോയി കഴിഞ്ഞാൽ ബാക്ക് എൻഡ് കോഡും ഫുള്ള് കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്കിത് ഈ ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്യണം, അത് എങ്ങനെയെന്ന് നോക്കാം. അതിന് പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പല ഓപ്ഷൻസ് കാണിച്ചുതരാം. ഞാൻ അതിലൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് GitHub പേജസ് ആണ്. GitHubൻ്റെ പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു റെപ്പോസിറ്ററിനെ നമുക്കൊരു സ്റ്റാറ്റിക് ഹോസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് GitHub പേജസ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് അതിന് ഫസ്റ്റ് തന്നെ URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിൽ എൻഡപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ആക്ച്വലി നമ്മൾ നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് ദെൻ github.io എന്നാണ് അതിൻ്റെ പേര് കൊടുക്കേണ്ടത്. ദെൻ അതിലൂടെ നമുക്ക് സ്റ്റാറ്റിക് ഫയൽസ് കോപ്പി പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അതിന് ബ്രാഞ്ചിൽ നിന്ന് ഡിപ്ലോയ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഓപ്ഷനാണ്. ദെൻ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് AWSൻ്റെ S3 ആണ്. S3 എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റോറേജ് സൊല്യൂഷൻ. അതിലൂടെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റിക് അസറ്റ്സ് എല്ലാം റിയാക്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ ബിൽഡ് ചെയ്തിട്ടുള്ള ബിൽഡ് ഫയൽസ് എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് ദെൻ അതിനെ നമുക്ക് ഒരു HTTP URL പോയിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. DNS പോയിന്റ് ചെയ്തതിന് അത് വർക്ക് ചെയ്യും. അതല്ലെങ്കിൽ സർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ഇത് യൂസ് ചെയ്യാം. അതിന് കമാൻഡ് ലൈൻ ടൂൾസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയർബേസ് ഹോസ്റ്റിംഗ് ആണ്. ഫയർബേസ് ഹോസ്റ്റിംഗ് ഗൂഗിളിൽ തന്നെയാണ്. ഇതിലും ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ നെറ്റ്ലിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതും ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഫൈനലി വരുന്നത് Cloudflare ആണ്. Cloudflareൻ്റെ ഫ്രീ ഓപ്ഷൻസ് ഉണ്ട്, പ്രോ ഉണ്ട്, ബിസിനസ് ഉണ്ട്, എൻ്റർപ്രൈസ്. നിങ്ങൾ യൂസ് ചെയ്യാൻ എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് Cloudflare ആണ്. അത് ഏതായാലും കുഴപ്പമില്ല, ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് സെയിം ആണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോൻ്റെ അവസാനം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സെർവറിലാണ് ഹോസ്റ്റ് ചെയ്തത്. സോ അതൊരു ഓപ്ഷനാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഇതുപോലത്തെ ഏതെങ്കിലും സർവീസിൽ ഹോസ്റ്റ് ചെയ്യാന്നുള്ളതായിരിക്കും. പക്ഷേ ഇപ്പോൾ ബാക്ക് എൻഡ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ആ ഫുൾ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ.
സോ ഞാനിപ്പോൾ ഇവിടെ ആക്ച്വലി ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോസ്റ്റ് ചെയ്ത URL എന്ന് പറയുന്നത് skillmap.buildfromzero.com ആണ്. അപ്പോൾ അതിലോട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് എൻഡ് കാണാൻ പറ്റും. സോ നമുക്ക് റിയാക്ട് പേജ് ലോഡ് ചെയ്തിട്ടുണ്ട്. HTTPS ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് Cloudflare ആണ്. നിങ്ങൾക്ക് നെറ്റ്ലിഫൈയോ അതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. എല്ലാത്തിൻ്റെയും സിമിലർ പ്രൊസീജിയേഴ്സ് ആണ്. ദെൻ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും skills.buildfromzero.com/API യൂസേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് എൻഡ് ഇത് അതായത് skills.buildfromzero-ലാണ് ബാക്ക് എൻഡ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ URLs എല്ലാം കാണാൻ പറ്റും. കാരണം ഇത് യൂസേഴ്സിനെല്ലാം കാണാൻ പറ്റും. കാരണം ഇത് എന്താണ് എൻക്രിപ്റ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് പബ്ലിക്കായിട്ട് തന്നെ കാണാൻ പറ്റും. ദെൻ skillmap.buildfromzero പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡ് കാണാൻ പറ്റും. രണ്ട് സെപ്പറേറ്റ് URLs ആണ്, അഥവാ DNS പോയിന്റ്സ് ആണ്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ API കോൾസ് REST APIനെ നമ്മൾ കോൾ ചെയ്യാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെ സംഭവിക്കുന്നത് കാണിച്ചു തരാം. ഞാനത് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ നമ്മൾ ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എലമെൻ്റ് എടുക്കുകയാണ്. ദെൻ നമ്മൾ നെറ്റ്വർക്കിലോട്ട് പോവാണ്. ഞാൻ ഒന്നുകൂടി റീലോഡ് ചെയ്യാം. അപ്പോൾ ലോഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എല്ലാം കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ജാവാസ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റ് ലോഡ് ചെയ്തേക്കുന്നത് skillmap.buildfromzero.com/static എന്ന് പറഞ്ഞിട്ടാണ് ഇത് ലോഡ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മളൊരു APIനെ കോൾ ചെയ്യേണ്ടത് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത്? skills.buildfromzero.com/API/users. അപ്പോൾ ഇത് ആക്ച്വലി ബാക്ക് എൻഡിലോട്ടാണ് കോൾ ചെയ്യണത്. റിയാക്റ്റിൻ്റെ അതേപോലെ ഫ്രണ്ട് എൻഡ് അസറ്റ്സ് എല്ലാം ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് എൻഡ് സെർവറിൽ നിന്നായിരിക്കും. ബാക്ക് എൻഡ് APIs എല്ലാം കോൾ ചെയ്യുന്നത് ബാക്ക് എൻഡ് സെർവറിലോട്ടായിരിക്കും എൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ എൻ്റെ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ബാക്ക് എൻഡ് ഡിപ്ലോയ് ചെയ്യാനായിട്ട് ഗിറ്റ്ഹബാണ് യൂസ് ചെയ്യുന്നത്. ഗിറ്റ് ക്ലോൺ ചെയ്തിട്ടാണ് സെർവറിൽ നമ്മളിപ്പോൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കോഡ് അവിടെ എത്തിച്ചിട്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു യൂസ് കേസ് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഗോ എന്ന് പറയുന്നത് എന്താണ്, ബിൽഡ് കമ്പൈൽഡ് ലാംഗ്വേജ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ കോഡ് നമുക്ക് സെർവറിൽ ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ബിൽഡ് ചെയ്ത ബിൽഡ് ഫയൽ മാത്രം, ആ ഒരു എക്സിക്യൂട്ടബിൾ മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ അതൊക്കെ നമ്മൾ ചെയ്യും. സോ ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. കാരണം നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. കമ്പൈൽഡ് ലാംഗ്വേജ് ആണ് ഗോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡോക്കറൈസ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ബിൽഡ് ഫയൽ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ ബിൽഡ് ചെയ്യുന്നത് ലോക്കലി നമ്മൾ യൂസ് ചെയ്യണത് മാക് അല്ലെങ്കിൽ വിൻഡോസ് ആയിരിക്കും. പക്ഷേ സെർവർ ലിനക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ക്രോസ് കമ്പയർ ചെയ്യും. ചില സമയത്ത് ക്രോസ് കമ്പൈലേഷൻ വർക്ക് ചെയ്യില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ പല രീതിയിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ സീരീസിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഓരോ വൺ അറ്റ് എ ടൈമായിട്ട് ഓരോ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ അങ്ങനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്ക് ടു ഗോ പ്രോഗ്രാമിങ്ങിലോട്ട് പോവാണ്. നമ്മുടെ ബാക്കിയുള്ള ഹാൻഡ്ലേഴ്സും CRUD ആപ്ലിക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.